നമസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പ്രൈമറി സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് SSA. SSAയും വിദ്യാഭ്യാസ മേഖലകളിലെ ഇടപെടലുമാണ് ഇന്ന് നമ്മുടെ വിഷയം. നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലറും ഇപ്പോൾ സർവീസ് അഭിയാന്റെ ഡയറക്ടറുമായ ശ്രീ AP കുട്ടിക്കൃഷ്ണനാണ്. സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞു, ഈ സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശമാണെന്ന് പറഞ്ഞു. ശരിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സർവശിക്ഷാ അഭിയാൻ ചെയ്യുന്നുണ്ട്. എന്താണ് സർ SSA? നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ. 2010 ഏപ്രിൽ 1-ാം തീയതി തൊട്ട് മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ. അത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സർവശിക്ഷാ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുവാനും വേണ്ടിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങളാണ് സർവശിക്ഷാ അഭിയാൻ ചെയ്തു വരുന്നത്. ഒന്ന്, എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ സ്കൂളുകൾ തുടങ്ങുക എന്നുള്ളത്. അത് ആക്സസിബിലിറ്റിയാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകൾ പ്രാപ്യമാകണം. അതുപോലെ തന്നെ നിലവിലുള്ള സ്കൂളുകളെ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം, അക്കാദമിക സാഹചര്യം ഇതൊക്കെ തന്നെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക. അതുപോലെ അധ്യാപകരെ, വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ട അധ്യാപകർ, ഒരുപക്ഷെ ചില സ്കൂളുകളെങ്കിലും അധ്യാപകരുടെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളിൽ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ അധ്യാപകരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ, അധ്യാപകരുടെ ഇടപെടലുകൾ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിലവിലുള്ള അധ്യാപകർ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ നിരന്തരമായി അവരെ ശാക്തീകരിക്കുന്നു, എംപവർ ചെയ്യിപ്പിക്കുക. അവർ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നൂതനമായിട്ടുള്ള അറിവുകൾ കൊടുക്കുക. ഇന്നത്തെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അവരെ പരിചയപ്പെടുത്തുക. അപ്പോൾ അധ്യാപകരെ എംപവർ ചെയ്യിപ്പിക്കുക എന്നുള്ള, ശാക്തീകരിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമായി നമ്മൾ കാണുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഗുണമേന്മ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ വ്യത്യസ്ത തലത്തിൽ സർവശിക്ഷാ അഭിയാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇപ്പോൾ പറഞ്ഞ അധ്യാപകരെ എംപവർ ചെയ്യിക്കാനായിട്ട് ഒരുപാട് ക്ലാസ്സുകളും മറ്റും നൽകുന്നുണ്ടെന്നാണ്. ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകളാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സർവശിക്ഷാ അഭിയാന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് സാധാരണഗതിയിൽ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നത്. നമ്മുടെ താഴെത്തട്ടിൽ തൊട്ട്, അതായത് പഞ്ചായത്ത് തലം തൊട്ട് ജില്ലാതലം തൊട്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ട കാര്യങ്ങൾ, അത് അധ്യാപകരുടെ ശാക്തീകരണമായാലും സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യമായാലും വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്ന കാര്യമായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്യും. ആ പദ്ധതി രൂപകൽപ്പന ചെയ്ത പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിക്കും. കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവലോകനം ചെയ്തുകൊണ്ട് അതിൻ്റെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിനാസ്പദമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകും. ഈ സാമ്പത്തിക സഹായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല പ്രവർത്തനങ്ങളും പിന്നീട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുക, ശാക്തീകരണത്തിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ചുരുങ്ങിയത് ഒരു വർഷം 10 ദിവസമെങ്കിലും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുമാത്രമല്ല, അധ്യാപകർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അതാത് വിഷയങ്ങൾ, അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇന്നത്തെ കാലത്തുള്ള പുത്തൻ അറിവുകൾ പ്രദാനം ചെയ്യുവാൻ വേണ്ടി അവർക്ക് ഇൻറ്റൻസീവായിട്ട് ട്രെയിനിങ് കൊടുക്കുവാനും ഈ സർവശിക്ഷാ അഭിയാൻ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചില സമയങ്ങളിലൊക്കെ തന്നെ നല്ല രൂപത്തിൽ ഇടപെടലുകളും നടത്തുകയും അതിൻ്റെ ഭാഗമായി ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സർ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സ്കൂളിന്റെ മെയിൻ്റെനൻസ് ചെയ്യുക, കുട്ടികൾക്ക് ഒരുപാട് ഇപ്പോൾ യൂണിഫോം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സർവശിക്ഷാ അഭിയാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുറെ നാളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അല്ലെ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്.
പക്ഷെ ഈ 2-3 വർഷത്തിനിടയ്ക്ക് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് ഫ്ലോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതില് സർവശിക്ഷ അഭിയാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ചും കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മേഖല വളർന്നു വന്ന സാഹചര്യം എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അത് നവോത്ഥാന കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ തന്നെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ നന്നായി കണ്ട ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അതിനുശേഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകളും ഈ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷെ പൊതുവിദ്യാലയങ്ങളിൽ പോകുന്ന ഒരു അവസ്ഥ ഒരു 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാലഘട്ടത്തിനൊരു മാറ്റം, ആഗോളവൽക്കരണത്തിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് രക്ഷിതാക്കളിലും പൊതുസമൂഹത്തിലും ചില ചിന്തകൾ ഈ പൊതുവിദ്യാലയങ്ങളിലല്ല നല്ലത്, അത് മറ്റ് വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ചും മാതൃഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് നല്ലത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരികയും അതിന്റെ ഭാഗമായി കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് ചേർക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹം ഒന്നാകെ തന്നെ, അത് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കേരളത്തിൽ അത് വളരെ ശക്തമായ രൂപത്തിൽ ഇടപെടുകയും പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ പൊതു കേന്ദ്രങ്ങളെന്നും മതേതരത്വ ജനാധിപത്യ സ്വഭാവമുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഈ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നടത്തി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവിദ്യാലയങ്ങളാണ് ശരിക്കും സെക്യുലർ ഡെമോക്രാറ്റിക് വാല്യൂസിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ നടക്കുന്നത്. ഒരു സെക്യുലർ കാഴ്ചപ്പാട് വിദ്യാർത്ഥിക്കുണ്ടാണെങ്കിൽ, ഒരു ഡെമോക്രാറ്റിക് കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾക്കുണ്ടാണെങ്കിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായി കഴിഞ്ഞ നേരത്തെ സംസാരിച്ച പോലെ ഒരു കാലത്ത് കുറച്ച് പിന്നോക്കം നിന്നുവെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പൊതുവിദ്യാലയങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയാവുന്ന രൂപത്തിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ വളർത്തിയെടുത്തത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിക്കുന്നില്ല. അതിൻ്റെ അകത്ത് എല്ലാവിധ സംഘാടനങ്ങളും വേണം. അത് വിദ്യാർത്ഥികളുടെ വേണം, അധ്യാപകരുടെ വേണം, രക്ഷിതാക്കളുടെ വേണം, ഭരണകൂടത്തിന്റെ വേണം, പൊതുസമൂഹത്തിന്റെ വേണം. ഇങ്ങനെയൊക്കെയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമേ പൊതുവിദ്യാലയങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. ആ ശക്തിപ്പെടുത്തണം എന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വല്ലാത്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിക്ക് ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സർവശിക്ഷാ അഭിയാനം നിരവധി പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുവാനും പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്തുവാനും വേണ്ടിയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ സർവശിക്ഷാ അഭിയാൻ നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ വല്ലതുണ്ടെങ്കിൽ ആ പോരായ്മകൾ മാറ്റുവാൻ വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഗ്രാന്റും മറ്റുമൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ SSCയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് SSC നൽകുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ് SSC നൽകുന്ന കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അത് നമ്മൾ ഗവൺമെന്റ് സർക്കാർ വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നേരെ മറിച്ച് എയ്ഡഡ് സ്കൂളുകൾക്ക് വാർഷിക മെയിൻ്റനൻസിന് ഒരു വലിയ തുകയൊന്നല്ല, പക്ഷെ എങ്കിലും വാർഷിക മെയിൻ്റനൻസിന് വേണ്ടിയുള്ള എമൗണ്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ വിദ്യാലയങ്ങളാണ് ഭൗതിക സാഹചര്യങ്ങൾ വളർത്തുവാൻ വേണ്ടി, അത് മോശമായിട്ടുള്ള ബിൽഡിങ്ങുകൾ മാറ്റിപ്പണിയുവാൻ, പുതിയ ബിൽഡിങ്ങുകൾ വെക്കാൻ, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി സർവശിക്ഷാ അഭിയാൻ കൂടുതൽ തുക ഇപ്പോൾ വിനിയോഗിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമുള്ളത് കേരളത്തിലെ വിദ്യാലയങ്ങളൊക്കെ തന്നെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള ഒരു ധാരണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രപ്പോസൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാലയങ്ങളുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം വളർത്തിയെടുക്കുവാനുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ആ തരത്തിലുള്ള കുറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ്
കൊടുക്കുക എന്നുള്ളതാണ് സർവശിക്ഷാ അഭിയാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്കൂളുകളുടെ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പൊതുസമൂഹത്തിൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, നിരവധി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സർവശിക്ഷാ അഭിയാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കൊടുക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യണം. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് SSA ചെയ്യുന്നത്. എന്നുവെച്ചാൽ സാധാരണ ഒരു കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? സർവശിക്ഷാ അഭിയാന്റെ ഈ പ്ലാൻ ഫണ്ടിൽ ഏറ്റവും പരിഗണന കിട്ടുന്ന ഒരു കാര്യമാണ് ഈ സൂചിപ്പിച്ച കാര്യം. ഭിന്നശേഷിയുള്ള കുട്ടികളെ പൊതുസമൂഹത്തിൽ നമ്മുടെ കൂടെ തന്നെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ കണ്ടെത്താൻ നമ്മൾ ആദ്യം തന്നെ അക്കാദമിക വർഷം ആരംഭത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ആ മെഡിക്കൽ ക്യാമ്പിൽ കൂടി ഭിന്നശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള, അത് കേൾവി ശക്തിയില്ലാത്തവർക്ക്, കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്ക്, നടക്കുവാൻ പറ്റാത്ത കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊടുക്കുവാൻ നമ്മൾ പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്. സർജറിക്ക് പോലും ഉണ്ട്. അപ്പൊ ആ രൂപത്തിൽ ആദ്യഘട്ടത്തിൽ അക്കാഡമിക് ഇയറിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. പിന്നീട് ഈ കുട്ടികൾക്ക് മുഖ്യധാര വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ എയിം തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെയും പൊതുവിദ്യാലയങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള കുട്ടികളോട് പഠിപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടിക്ക് വളരെ വിഷമം ഉള്ള ഒരു കുട്ടിക്ക് ഒരു തരത്തിലും സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുട്ടിയുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയും സർവശിക്ഷാ അഭിയാന്റെ ഭാഗത്തുണ്ട്. നമ്മുടെ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് റിസോഴ്സ് ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും റിസോഴ്സ് ടീച്ചേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും അവരെ സഹായിക്കാനും വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ്. അങ്ങനെ റിസോഴ്സ് ടീച്ചേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് 1400ഓളം വരുന്ന റിസോഴ്സ് ടീച്ചേഴ്സ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി ഏതാണ്ട് 750ഓളം റിസോഴ്സ് ടീച്ചേഴ്സിനെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് നൽകിയിട്ടുള്ളൂ. ബാക്കി വരുന്ന 500ഓളം വരുന്ന അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങൾ സർവശിക്ഷാ അഭിയാന്റെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായി 1200-300ഓളം വരുന്ന അധ്യാപകർ ഇന്ന് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവര് ഈ കുട്ടികളെ എല്ലാ തരത്തിലും മുഖ്യധാര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവരുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനും ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ, കുട്ടികൾക്ക് മാത്രമല്ല ക്ലാസ് സ്പെഷ്യലായിട്ട് എടുക്കുന്നത്, രക്ഷകർത്താക്കൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രോജക്റ്റും SSAക്കുണ്ട്. SSAയുടെ പ്രോജക്റ്റിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയോ ഒരു അധ്യാപകനോ മാത്രം വിചാരിച്ചാൽ നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് ഈ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി അതിനോട് കൂട്ടിയോജിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് കോച്ചിങ് കൊടുക്കുന്നു, അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതേസമയത്ത് രക്ഷിതാക്കൾക്ക് വേണ്ടത്ര ഈ പറയുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രൂപത്തിൽ ഇടപെടലുകൾ ഏതൊക്കെ തരത്തിൽ വേണമെന്ന് രക്ഷിതാക്കളെ ശാക്തീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഈ പാരന്റ്സിനപ്പോൾ കൊടുക്കുന്നത്? പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളുകളുടെ കമ്മിറ്റികൾ, PTA പോലെയുള്ള കമ്മിറ്റികൾ, ക്ലാസ് PTA ഉണ്ട്, മദർ PTA ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ അവലോകനം ചെയ്തുകൊണ്ട് ആ ക്ലാസ് മുറിയിൽ നടക്കുന്ന അക്കാദമികമായിട്ടുള്ള എക്സർസൈസ്, അതുപോലെ തന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പരാതികൾ, ഈ പരാതികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഇപ്പം അക്കാദമിക് നിലവാരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മികവ് എന്ന് പറയുമല്ലോ, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അങ്ങനെ ഒരു മികവ് നിർണ്ണയിക്കുന്നത്? നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കാലത്ത് നമ്മുടെ പൊതുസമൂഹത്തിൽ രക്ഷിതാക്കളിൽ മികവ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. മികവ് എന്ന് പറയുന്നത്
ഒരുപക്ഷെ തൻ്റെ മകൻ അല്ല മകൾ ഒരു പരീക്ഷയിൽ നല്ല മാർക്കോട് വാങ്ങി അത് നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെയാണ് മികവിനെ കണ്ട്. പക്ഷെ മികവ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിന്റെ മികവ് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് അത് ഒരു എല്ലാ തലത്തിലും ഒരു വിദ്യാർത്ഥി വളർന്നു വരണം. നമ്മുടെ യുനെസ്കോയുടെ എഡ്യൂക്കേഷൻ കമ്മീഷനിൽ പോലും പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അറിവുകൾ നേടണം. നമ്മുടെ ക്ലാസ് മുറിയിൽ നിന്ന് അറിവുകൾ നേടണം. ഈ അറിവുകൾ നേടിയത് കൊണ്ട് മാത്രം ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ആവുന്നില്ല. അറിവുകളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുവാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി അറിയണം. അപ്പോൾ അറിവുകൾ കൈമാറ്റം ചെയ്യണം ക്ലാസ് മുറിയിൽ നിന്ന്. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളോടും പ്രതികരിക്കുവാനുള്ള കഴിവുണ്ടാവണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ എല്ലാവരോടും കൂടി കൂട്ടിയോജിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കഴിവ് സാധിക്കണം. അതേസമയം ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എൻ്റെ കഴിവുകൾ, കുട്ടിയുടെ കഴിവുകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള ഇൻബോണായിട്ടുള്ള തൻ്റെ കഴിവുകൾ, എനിക്ക് ഏത് മേഖലയിലാണ് ശോഭിക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അറിയണം. ഇങ്ങനെ നാനാതരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കുട്ടി ശരിയായ മികവ് കാണിക്കുമ്പോൾ മാത്രമേ ഒരു മികച്ച വിദ്യാഭ്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ആ മികച്ച വിദ്യാഭ്യാസത്തെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കിൽ, ഒരുപക്ഷെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നേടിയവർ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർ, ഇവരാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ എന്ന് ഒരു തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പം മികവ് എന്ന് പറയുന്നത് നല്ല പൗരന്മാർ, നല്ല വ്യക്തിത്വമുള്ളവർ, നല്ല അക്കാഡമിക് നിലവാരമുള്ളവർ, പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളോട് കൃത്യമായി ക്രിയാത്മകമായും പ്രതികരിക്കാൻ കഴിയുന്നവർ, ഇവരാണ് ഒരു മികച്ച വിദ്യാർത്ഥി, മികച്ച പൗരൻ എന്ന് പറയാൻ പറ്റും. അത് സാധിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയ, അതായത് പൊതുവിദ്യാലയങ്ങൾ നടക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, സെക്യുലർ ആയിട്ടുള്ള കാഴ്ചപ്പാടിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഇടപെടുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ഇടപെടുമ്പോൾ മാത്രമേ മികച്ച വിദ്യാർത്ഥിയാവും. അതുകൊണ്ട് മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടുകൂടി സർവശിക്ഷാ അഭിയാൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതൊക്കെയാണ്. അതായത് കേവലം അറിവുകൾ മാത്രം കൈമാറ്റം ചെയ്യുന്നില്ല. ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയും ഒരു ഗവേഷകനാകണം എന്നാണ്. ഗവേഷകനാകുക എന്ന് പറയുമ്പോൾ അറിവ് നേടണം, ആ കൂടുതൽ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റണം. ആ അറിവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടോ അല്ല നേടിയ അറിവുകൾ കൊണ്ടോ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ കൃത്യമായി കാണുകയും ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടുകയും ചെയ്യുക. അങ്ങനെയാണ് ഒരു ഗവേഷകനായി മാറുക. അങ്ങനെ ഗവേഷകനാകുന്ന രൂപത്തിലുള്ള പഠന പ്രക്രിയ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ആ രൂപത്തിൽ മാറ്റുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഒരു മികച്ച വിദ്യാലയമായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇന്ന് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മാത്രം ഒരു വിദ്യാർത്ഥി മികച്ച വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തരത്തിൽ എല്ലാ തരത്തിലും കൃത്യമായി പ്രതികരിക്കുവാൻ ശക്തിയുള്ള ഡെമോക്രാറ്റിക് സെക്യുലർ മൂല്യങ്ങൾ കയ്യിലുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ മാറി ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ വന്നപ്പോഴത്തേക്കും ഇതിന് കുറച്ചുകൂടി സഹായകരമാവുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, സർവശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളും പൊതുവെ ഈ തരത്തിലുള്ള ഒരു ഗുണനിലവാരം ഉണ്ടാക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ്. സർ, ഈ പെൺകുട്ടികൾക്ക് സർവശിക്ഷാ അഭിയാൻ എന്തെല്ലാം നൽകുന്ന, അവർക്ക് അവരുടെ പഠനത്തെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ പഠിക്കാൻ, ഇപ്പൊ എല്ലാ കുട്ടികളും വരുന്നുണ്ട് പഠിക്കാൻ, എങ്കിലും പണ്ടത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പെൺകുട്ടികൾ അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് SSA നൽകുന്നത്? പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുണ്ട്. അതിലൊന്ന് നമ്മളുടെ യൂണിഫോം വിതരണം തന്നെയാണ്. അപ്പോൾ യൂണിഫോം വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് മുഴുവൻ പെൺകുട്ടികൾക്കും, സ്കൂളുകളിൽ പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും യൂണിഫോം വിതരണം നൽകുന്നുണ്ട്. സർ, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പൊ അതിനുശേഷം ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? മാഡം, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. സർ, നമ്മളോടൊപ്പം ഉള്ളത് സർവശിക്ഷാ അഭിയാന്റെ ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ സാറാണ്. സംസാരിച്ചോളൂ. ഒരു സംശയം ഉണ്ടായിരുന്നു. പറയൂ. പിന്നെ എന്റെ കുട്ടി ഇപ്പം 7th പഠിക്കുന്നു. അപ്പൊ അവിടെ അവർക്ക് ഈ
പിന്നെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ട് വർക്കുകൾ ചെയ്യാനായിട്ട് കൊടുത്തു വിടും. അപ്പൊ ഈ പിന്നെ വർക്ക് എന്ന് പറയുന്നത് പാഠവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാതെ ലേബർ ഇന്ത്യ, സ്കൂൾ മാസ്റ്റർ അതുപോലെയുള്ള മാഗസീനിലെ കാര്യങ്ങൾ നോക്കി അതേപടി തന്നെ എഴുതി നേരെ ടീച്ചറെ ഏൽപ്പിക്കുക ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് കാര്യങ്ങള് സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ വരുന്നത് കൊണ്ടാണ് ഇനി അതിനെന്താണ് നോക്കുന്നതിന്റെ പരിഹാരം ഉണ്ടാ? ഇത് ചോദ്യം പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അതായത് നമ്മുടെ കേരളത്തിലെ സിലബസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോക നിലവാരമുള്ള സിലബസാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ, അതിൻ്റെ കരിക്കുലം ഒക്കെ തന്നെ ഏറ്റവും അംഗീകരിച്ച ലോക നിലവാരമുള്ള ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതിന് പകരം നേരത്തെ താങ്കൾ ഉപയോഗിച്ച രൂപത്തിലുള്ള പുസ്തകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിട്ടുണ്ട്. ആ ശൈലി മാറ്റണമെങ്കിൽ ഞാനിവിടെ നേരത്തെയൊക്കെ സംസാരിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിലെ ശക്തമായ രൂപത്തിൽ ഇടപെടലുണ്ടാവണം. വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് കൊണ്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ അധ്യാപകർ സ്വാഭാവികമായും ചെറിയ ശതമാനം അധ്യാപകർ മാത്രമേ അത്തരത്തിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ പാഠപുസ്തകങ്ങൾ SCERT പ്രസിദ്ധീകരിച്ച പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനെ അവലംബിച്ചുകൊണ്ട് പഠന പ്രക്രിയകൾ നടത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു അക്കാഡമിക നിലവാരം വളർത്തിയെടുക്കുവാൻ സാധിക്കും. മറ്റു പുസ്തകങ്ങളൊക്കെ തന്നെ അതൊരു ഗൈഡാണ്. ആ ഗൈഡിന്റെ ആവശ്യം ഇന്നുണ്ടോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതാണ്. ഉപയോഗിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും ശ്രമിക്കുക. നന്ദി സർ വിളിച്ചതിന്. സർ, നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്, അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ പെൺകുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേക പശ്ചാത്തലത്തിൽ അങ്ങനെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു സാഹചര്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടെ പെൺകുട്ടികൾ പഠിക്കാത്ത സ്കൂളുകളിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും ഇവിടെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മിക്കവാറും എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്ന കുട്ടികളെ കൂടുതൽ ശാക്തീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്നത്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂണിഫോം വിതരണം ചെയ്യുന്നു, അവരുടെ പഠന പ്രക്രിയയിൽ ആവശ്യമുള്ള തരത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തിന്റെ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്തുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വിദ്യാർത്ഥിനികളുടെ പെൺകുട്ടികളുടെ പഠനം ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളാണ്. കാരണം അവിടെ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള പല സംസ്ഥാനങ്ങളും. ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും സ്കൂളിൽ. അപ്പം അവരുടെ വിദ്യാഭ്യാസം പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രോജക്റ്റാണ് ചെയ്യുന്നത്? സൂചിപ്പിച്ചുള്ള പഠന നിലവാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികളാണ് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമാണ് LEP. LEP എന്ന് പറയുമ്പോൾ പല സർവേകളും എടുത്തപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല പഠനങ്ങൾ നടത്തുമ്പോഴും കുട്ടികൾ ആർജിക്കേണ്ട കഴിവുകൾ ആർജിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം, ഏതാണ്ട് 20, 25, 30% കുട്ടികൾ പലപ്പോഴും അവരാർജിക്കേണ്ട കഴിവുകൾ അതാത് ക്ലാസ്സുകളിൽ നിന്ന് ആർജിക്കുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് NCERT പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ നടത്തിയ പഠനത്തിലും അതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ പഠനത്തിൽ സൂചിപ്പിക്കുന്ന 30% കുട്ടികൾ അവരാർജിക്കേണ്ട അറിവുകൾ ആർജിക്കുന്നില്ല എന്നുള്ളതാണ്, അതായത് പഠനത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെയുള്ള കണ്ടെത്തലിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ കുട്ടികളെ നമ്മുടെ അവരാർജിക്കേണ്ട കഴിവുകൾ ആർജിക്കുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നുന്നത് ഒന്ന് ഗണിതമാണ്. ഗണിത പഠനം അവർക്ക് ഏറ്റവും പ്രയാസമുള്ളതായിട്ട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് അത് മാതൃഭാഷ തന്നെ ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയുണ്ട്, ഇംഗ്ലീഷ് പഠനത്തിൽ ഉണ്ട്. അപ്പം ഈ ഗണിതവും മാതൃഭാഷയും ഇംഗ്ലീഷും
ഇതിനൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സർവശിക്ഷ അഭിയാൻ നടത്തുന്നത്. അത് ഒക്കെ തന്നെ ഈ ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന അതിലനുസരിച്ച് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് എന്ത് ചെയ്യണം എന്നുള്ള എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സർവശിക്ഷ അഭിയാന്റെ വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കൂടി സൂചിപ്പിക്കാം. നമ്മുടെ സ്റ്റേറ്റ് ലെവലുള്ള ഓഫീസുണ്ട്, സ്റ്റേറ്റ് ലെവൽ ഓഫീസ്, ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ്, പിന്നീട് ബ്ലോക്ക് ലെവൽ ഓഫീസുകളുണ്ട്, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്ന് പറയും. അതുപോലെ പിന്നീട് ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ. ഈ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ ആണ് ഇതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അണ്ടറിലാണ് CRC. അങ്ങനെ വരുമ്പോൾ ഈ CRC എന്നാണ് ശരിക്കും ഈ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ CRC ഡിസൈൻ ചെയ്യുന്ന അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ BRCയുടെ ഭാഗമായിട്ട് തീരുമാനമെടുക്കും. ആ BRCക്ക് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള സെന്റേഴ്സ് സപ്പോർട്ട് ചെയ്യും. അതനുസരിച്ചുകൊണ്ട് സ്റ്റേറ്റ് ലെവലിലുള്ള ഓഫീസുകൾ അവർക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ ഈ നേരത്തെ നമുക്ക് ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടി നമുക്കൊരു കോൾ ഉണ്ടായതിനു ശേഷം തുടരാം. ഹലോ ഹലോ നമസ്കാരം, ഇതാരാണ്? ഞാൻ സുരേഷ്. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം SSIയുടെ ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ സാറാണുള്ളത്. സംസാരിച്ചോളൂ. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ, എന്റെ ചോദ്യം ഇതാണ് സാർ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയില് കുട്ടികൾ സ്വയം നിരീക്ഷിച്ച് പഠിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ വ്യക്തമാക്കുന്നത്. സാർ, പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തില് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്ക് ഇത് പ്രായോഗികമാണോ സാർ? അധ്യാപകന്റെ കയ്യിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ് പല കുട്ടികൾക്കും ഉണ്ടാവുക. കാരണം അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും ഒരിക്കലും അതിന് പറ്റുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു സാർ. അല്ല, അത് തെറ്റായ ധാരണയാണ്. ഏതൊരു സാഹചര്യത്തിലും വളർന്ന കുട്ടിക്ക് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിവുകൾ കണ്ടെത്താൻ പറ്റും. അതിന് നമ്മുടെ ഏതെങ്കിലും ഒരു പശ്ചാത്തലം, അത് സാമ്പത്തികമായിട്ടുള്ളോ അല്ലെങ്കിൽ സാമൂഹ്യപരമായ പശ്ചാത്തലം അത് പ്രതികൂലമല്ല. പരീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ട് കണ്ടെത്തുന്ന അറിവുകൾ, ആ അറിവുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സഹായിയായിട്ടാണ് അധ്യാപകർ സ്വാഭാവികമായി നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ അറിവുകൾ, കുട്ടികൾ ഉണ്ടാക്കുന്ന അറിവുകൾ, കുട്ടികൾ ഈ നിരീക്ഷിച്ചുണ്ടാക്കിയ അറിവുകൾ അവർക്ക് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അധ്യാപകൻ തിയററ്റിക്കലി പറയുമ്പോൾ അത് നല്ലൊരു ആശയമാണ്. പക്ഷെ പ്രായോഗികമായിട്ട് അത് പൂർണ്ണമായിട്ട് നമുക്കത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു. പ്രായോഗികമായിട്ടാണ് ശരിയെന്നാണ് എനിക്ക് ഏറ്റവും തോന്നുന്നത്. അത് പ്രായോഗികമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. നമ്മൾ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പരീക്ഷണം നടത്തി അത് നിരീക്ഷിച്ച് കിട്ടുന്ന അറിവുകളാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആ അറിവ് നിങ്ങളിൽ ഉണ്ടാവും. അതാണ് അതിന്റെ ശരിയായ വശം. ഈ ഇത്തരം അറിവുകൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു സഹായിയായിട്ട് സ്വാഭാവികമായി അധ്യാപകൻ മാറണം. അപ്പോൾ അധ്യാപകർ എന്ത് വേണം? അധ്യാപകൻ ഇപ്പൊ വളരെ സാമൂഹ്യമായും മറ്റും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശങ്ങളില് ഇവൻ നമ്മൾ വലിയ വലിയ സിറ്റീസ് ഒക്കെ കേൾക്കുമ്പോൾ അവിടെ ഇതൊരു വിഷയമല്ല. കാരണം എല്ലാ വലിയ ഗവൺമെന്റ് സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് അവർക്കതൊരു വിഷയമല്ല പറഞ്ഞു കൊടുക്കാനും. പക്ഷെ വളരെ സാധാരണക്കാരായ ഒരു കുട്ടിക്ക് സ്കൂള് കഴിഞ്ഞ് ഒരു പക്ഷെ വീട്ടിലെത്തിയ കുട്ടി പഠനം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അവൻ അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ഒരിക്കലും ആ കുട്ടി നിരീക്ഷിക്കാനോ സാറി പറയുന്ന പോലെ പറ്റുന്നില്ല. അവന് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് അവന്റെ അറിവ്. താങ്കൾ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും വലിയ തരത്തിലുള്ളത്. നമ്മൾ ഏത് സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും നിരീക്ഷിക്കാൻ പറ്റുമല്ലോ. സ്കൂളുകളിൽ പോയാൽ നിരീക്ഷിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇതിന് ഒരു തരത്തിലും വിഘാതമല്ല. താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു സിറ്റിയുടെ കൾച്ചറോ ഒന്നും ഇതിന് ആവശ്യമില്ല. ഞാൻ കണ്ട ഒന്നോ രണ്ടോ കുട്ടികളിൽ നിന്നുള്ള ഒരു വിലയിരുത്തലായിരിക്കാം സാർ ഇത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ കുട്ടികൾ അവരുടെ അറിവുകൾ ശരിക്കും ശക്തിപ്പെടുത്തുന്നത് അവര് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടുന്ന കുറെ കാര്യങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അറിവുകൾ, അത് അധ്യാപകരുടെ സംശയങ്ങൾ പങ്കിട്ടുകൊണ്ട് അധ്യാപകൻ നൽകുന്ന അധ്യാപകന്റെ മേൽനോട്ടത്തിൽ കൂടുതൽ അതിനെ മൂർച്ചയുള്ള അറിവുകളാക്കി മാറ്റുക. ഇതൊക്കെയാണ് നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സാമൂഹ്യ പശ്ചാത്തലം, ഉന്നത നിലവാരമുള്ള സാമ്പത്തികമായി ഉന്നത നിലവാരമുള്ളവരോ സമൂഹത്തിൽ മേൽത്തട്ടിലുള്ളവർക്കോ മാത്രം സാധിക്കുന്നില്ല, എല്ലാവർക്കും സാധിക്കുന്നതാണ്. അത് തിയററ്റിക്കലായിട്ടും ശരിയാണ്, പ്രാക്ടിക്കലായും ശരിയാണ് എന്നുള്ളതാണ് ഒരു അധ്യാപകനായിട്ടുള്ള എനിക്ക് തോന്നുന്നത്. നന്ദി സർ വിളിച്ചതിന്.
സർ, നമ്മൾ പറഞ്ഞുകൊടുന്നത് ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓരോ തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അതാത് പ്രദേശത്തുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ്. ആ സ്ഥലത്തുള്ള സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആ കുട്ടികൾക്കുണ്ടാകുന്ന ഏതൊക്കെ കഴിവുകേടുകളാണ്. ഈ കോളറിന് അവർ മറുപടി തോന്നുന്നു. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് മാതൃഭാഷയിൽ മലയാളം ശരിയായ രൂപത്തിൽ എഴുതാനും വായിക്കാനും ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം അതിനനുസരിച്ച് കൊണ്ട് ഡിസൈൻ ചെയ്യുന്നു. മാതൃഭാഷ ഇതാക്കാൻ വേണ്ടി കുട്ടികൾക്ക് അക്ഷരം അവര് പഠിപ്പിക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് വായന വർദ്ധിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കുവാനും ഇനി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷിന്റെ ഇതാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ആയിട്ടുള്ള രൂപത്തിൽ ഗണിതത്തിന്റെ. അപ്പോൾ ഏത് മേഖലയിലാണ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വീക്കായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ. നിരവധി പ്രവർത്തനങ്ങളാണ് പല മേഖലയിലും സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. അതിൽ ഇപ്പം ഗണിതം മധുരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അത് കണക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഗണിതം മധുരം, അതുപോലെ തന്നെ വായനയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുവാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില സ്കൂളുകൾ കണ്ടെത്തിയത് അവർ പഠിക്കുന്ന പാഠഭാഗങ്ങൾ തന്നെ സ്കിറ്റായിട്ടും കവിത ചൊല്ലിക്കൊണ്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ അവരുടെ സ്വന്തം ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന് ആസ്പദമാക്കിക്കൊണ്ട് സ്കിറ്റ് അവതരിപ്പിക്കുന്നു. നമുക്ക് തിരിച്ചു വരാൻ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് ഷീല, വയനാട് ജില്ല എന്ന് വിളിക്കുന്നത്. ഞങ്ങളെ കലാകായിക അധ്യാപക സംഘടനയിൽപ്പെട്ട ആളാണ്. ഓക്കെ, നമ്മളോടൊപ്പം SSAയുടെ ഡയറക്ടർ ഡോക്ടർ AP കുട്ടിക്കൃഷ്ണൻ സാറുണ്ട്. സംസാരിച്ചോളൂ. അപ്പൊ സാറേ, പറയൂ. അത് ഈ സ്കൂളുകളിലെ കലാകായിക അധ്യാപകരെ നിയമിക്കാൻ വേണ്ടി ഇപ്പൊ ഫണ്ട് വരുന്നുണ്ട് SSAയില് കലാകായിക അധ്യാപകരെ നിയമിക്കാൻ. അപ്പൊ ഞങ്ങള് വയനാട്ടിൽ സമരമൊക്കെ നടത്തി ഞങ്ങൾക്ക് ഒരു ഓർഡർ വന്നിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത്. എല്ലാ സ്കൂളുകളിലും, അതായത് പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ കുട്ടികൾക്കും കലാകായിക പഠനം നിർബന്ധം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് വരുന്നുണ്ട് എല്ലാ SSAയിലേക്കും. അപ്പൊ ഈ കൊല്ലം 8 പീരീഡ് ആക്കിയിട്ടുണ്ട്, പുസ്തകം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ നിയമനം എന്തായാലും നടത്തും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ അന്വേഷിച്ചപ്പോ അതിന്റെ നിയമനം എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ്. പക്ഷെ എന്താ ഒരു താമസം അറിയില്ല ഇപ്പൊ. താങ്കൾ പറഞ്ഞ ശരിയാണ്. സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള, അതായത് 3 വിഭാഗത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, ഈ 3 വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുവാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ പക്ഷേ നമുക്ക് ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നമുക്ക് നൽകുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അധ്യാപകരെ താൽക്കാലികമായിട്ടാണ്, പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമായി അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഫണ്ടുണ്ട്. ആ സർവശിക്ഷാ അഭിയാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാരിനെ സമീപിച്ച് ഈ പറയുന്ന 3 വിഭാഗം അധ്യാപകരെയും നിയമിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ചപ്പോൾ അത് കൃത്യമായ രൂപത്തിൽ തീരുമാനം ആകാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തെന്ന് മനസ്സിലാക്കും. അതെ, അപ്പൊ ഏതായാലും ഞാൻ അല്ല, ഈ പറയുന്ന പ്രശ്നം സർവശിക്ഷാ അഭിയാന് ഇത്തരം ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും സൂചിപ്പിക്കുകയും അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുമുണ്ട്. ആ തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും താങ്കളെപ്പോലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോ എന്താ കാലതാമസം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. കാരണം ഇപ്പം 8 പീരീഡ് കഴിഞ്ഞ കൊല്ലം തന്നെ ഓൾറെഡി 8 പീരീഡ് ആക്കിയിട്ടുണ്ട്. പുസ്തകവും വന്നു. 5 തൊട്ട് 10 വരെ കലാകായിക പഠനം നിർബന്ധമാക്കിക്കൊണ്ട് പുസ്തകം ഇറങ്ങി, പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇനി എന്താ ഒരു താമസം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കൊല്ലം അപ്പോയിന്റ് ചെയ്തിരുന്നോ? ഇല്ല, കഴിഞ്ഞ കൊല്ലം ചെയ്തില്ല. അതായത് മാർച്ചിലായിരുന്നു ഞങ്ങൾ മാർച്ചിലാന്നുള്ള രീതിയിലേക്ക് നിന്നു. അപ്പൊ ഈ കൊല്ലം ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ DPIയുടെ ഒരു ഉത്തരവ് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലല്ലോ.
കഴിഞ്ഞ പ്രാവശ്യം അപ്പോയിന്റ് ചെയ്തിട്ടില്ലല്ലോ. അത് അപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ ഡയറക്ടർ എന്ന രൂപത്തിൽ ഞാൻ ഇതിനകം തന്നെ ഈ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ തീരുമാനം ഉണ്ടാവും. നന്ദി മാഡം വിളിച്ചതിന്. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് നേരമായിട്ട് വിട്ടു പോകാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾ തന്നെ ക്ലാസ് മുറിയിൽ വെച്ചിട്ട് സ്കിറ്റ് അവതരിപ്പിക്കുക. ആ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് റെക്കോർഡ് ചെയ്യുക. ഇത് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് സർവശിക്ഷാ അഭിയാന്റെ ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി ചെയ്യുന്നു. ഇത് കൂടാതെയും ചില പ്രോഗ്രാംസുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സയൻസ്, മാത്തമാറ്റിക്സ് ഒക്കെ രസകരമായി പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മുടെ മാജിക് അക്കാഡമി പോലെ നമ്മുടെ തലത്തിൽ അവരൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൈകോർത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിലും അധ്യാപകർക്കും ലഭിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ ലേണിംഗ് എൻഹാൻസ്മെന്റ് അത് ഞാൻ പറഞ്ഞ പോലെ അതാത് സ്ഥലത്തുള്ള പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ആണ് സർവശിക്ഷാ അഭിയാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊട്ട് മുമ്പുള്ള കോളർ ചോദിച്ചു ആർട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ആർട്ട് എഡ്യൂക്കേഷൻ വൈജ്ഞാനിക മേഖലയായിട്ട് സാർ അതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ 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 ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, പേരൊന്നുകൂടി പറയാമോ? ഓക്കെ സർ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശ്രമിക്കണേ. നമ്മളോടൊപ്പം SSAയുടെ ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ സാറാണ്. സംസാരിച്ചോളൂ. പറയൂ. നമുക്ക് പിന്നെ ശിക്ഷയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. പറയൂ. അപ്പോ സ്വാഭാവികമായും ഈ ജൂൺ മാസത്തിൽ ഈ വർഷം അധ്യയന വർഷം തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാം ഇരിഞ്ഞു പോയതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായി നമ്മുടെ മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾ അതുപോലെ അസിസ്റ്റൻസ് ഒന്നും നടക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം ഉടനെ ഉണ്ടാകുമോ? താങ്കൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ സൂചിപ്പിച്ചുള്ള BRC ലെവലിലും അതുപോലെ CRC ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിട്ട് അവരുടെ മാതൃസ്ഥാപനത്തിലേക്ക് തിരികെ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വേക്കൻസികൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ വേക്കൻസികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ വേക്കൻസികളിൽ അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയോടുകൂടി അവിടെയുള്ള ആൾക്കാർ അപ്പോയിന്റ് ചെയ്യാനുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു ആഴ്ച കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ വേക്കൻസികളും ഫില്ല് ചെയ്യുന്നത് രൂപത്തിൽ തീരുമാനമുണ്ടാവും. എന്നാൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാൻ SSA ശ്രമിച്ചിട്ടുമുണ്ട്. നന്ദി സർ വിളിച്ചതിന്. സർ, ഞാൻ പറഞ്ഞു തന്നു ആർട്ട് എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ആർട്ട് എഡ്യൂക്കേഷൻ ഒരു വൈജ്ഞാനിക മേഖലയായിട്ട് വന്നിരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആർട്ട് എഡ്യൂക്കേഷനെ കുറിച്ചും അതിലെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അധ്യാപകരുടെ കാര്യം അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ആർട്ട് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ 3 കാറ്റഗറിയാണ് ഇപ്പൊ അത്തരത്തിലുള്ള പ്രത്യേക വിഷയമായിട്ട് എടുത്തുകൊണ്ട് സർവശിക്ഷാ അഭിയാനും അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിലുള്ള അധ്യാപകർ സ്വാഭാവികം നമുക്കറിയാമല്ലോ, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അധ്യാപകർ ആവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ കുറെ അധ്യാപകരുണ്ടായിരുന്നു. അതിനുശേഷം ഇടക്കാലത്ത് വെച്ച് പുതുതായിട്ട് അധ്യാപകർ നിയമിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഉണ്ടായി. ഇപ്പോഴെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗം അധ്യാപകരെ നിയമിക്കുവാനുള്ള പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. പശ്ചാത്തലം ഉണ്ടായെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഫണ്ട് വെച്ചുകൊണ്ട് ഇതിന്റെ താൽക്കാലികമായ അധ്യാപകരെ നിയമിക്കണം. പക്ഷെ നിയമിക്കുവാനുള്ള സർവശിക്ഷാ അഭിയാൻ നിയമിക്കുവാനുള്ള അധികാരമില്ല. അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുവാനുള്ള ശേഷി മാത്രമേ ഉള്ളൂ. ആ ഫണ്ട് കൊടുത്തുകൊണ്ട് നിയമിക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണം. ആ അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായത്. ആ തീരുമാനം ഉടനടി ഉണ്ടാവുകയും
അവർ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും കൃത്യം ഒരു രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ഈ തീരുമാനം നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആർട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും ആർട്ട് എഡ്യൂക്കേഷന്റെയും ഹെൽത്ത് എഡ്യൂക്കേഷന്റെയും പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ കലയോടായിരിക്കും താല്പര്യം. അപ്പൊ അതെങ്ങനെയാണ് അത് നേരത്തെ പറഞ്ഞ പോകണം. നമ്മുടെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സഹായിയാണ്. ആ സഹായി എന്ന രൂപത്തിൽ ഒരു അധ്യാപകൻ അതിനകത്ത് പാട്ടിന്റെ എല്ലാ മേഖലയിലും മികവ് കാണിക്കുന്നവരായിരിക്കില്ല. ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും അവരുടെ പ്രവർത്തനം. പക്ഷെ അവർക്ക് ഈ കുട്ടിയെ ഏതൊക്കെ തരത്തിലും സഹായിക്കാൻ പറ്റും, അത് ആരുടെയൊക്കെയാണ് ഏത് ഫെസിലിറ്റേറ്റർ എടുക്കണ കൊണ്ടുപോയിട്ട്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ 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 കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഓക്കെ മാഡം, നമ്മളോടൊപ്പം SSAന്റെ ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ സാറാണ്. സംസാരിച്ചോളൂ. പറയൂ. ഇപ്പൊ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് പ്രൈമറി വിഭാഗത്തിലേക്കും ഹൈസ്കൂൾ വിഭാഗത്തിലേക്കും വെവ്വേറെ ക്വാളിഫിക്കേഷനെ പറ്റി ഒന്ന് വിസ്തരിക്കാവോ? ഇപ്പോഴുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അത് തന്നെ. ഇപ്പോഴെന്താണ് അതിന്റെ യോഗ്യത? ആ യോഗ്യതയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. പ്രൈമറിയിലേക്ക് മ്യൂസിക്കിന് ഓരോ വിഷയത്തിനും പ്രത്യേകം ഉണ്ടാവുമോ? ഇപ്പോഴും നിലവിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ എന്ത് യോഗ്യതയാണോ ആവശ്യമുള്ളത് ആ യോഗ്യത തന്നെയാണ്. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ ഓഫീസിൽ കിട്ടുമോ? അത് അതാത് മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. നന്ദി മാഡം വിളിച്ചതിന്. സർ, നമ്മൾ ആർട്ട് എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ലീഡിംഗ് റോള് ഇത്തരത്തിലുള്ള മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സ്കൂളുകൾ നടത്താൻ പറ്റും. ഒരു പാഠപുസ്തകം ഉണ്ടെന്ന് തോന്നുന്നു കുട്ടികൾ. പാഠപുസ്തകങ്ങളുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പാഠപുസ്തകമുണ്ട്, ഇതിന്റെ ആർട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പാഠപുസ്തകങ്ങൾ ഉണ്ടായിട്ടും പരീക്ഷ നടത്തിയിരുന്നു. പക്ഷെ അധ്യാപകർ ഇല്ലാത്തതുകൊണ്ട് പരീക്ഷകൾ അതിന്റെ ശരിയായ രൂപത്തിൽ നടന്നോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ഈ വർഷം എന്തായാലും അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷം മാത്രം പരീക്ഷകൾ നടത്തിയാൽ മതി. അല്ല, ഈ ടേമിൽ പരീക്ഷ അതുകൊണ്ട് വേണ്ട, അടുത്ത ടേമിൽ മതി എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോകണം. അടുത്ത ടേം ആകുമ്പോൾ സ്വാഭാവികമായും ഈ അധ്യാപകർ വന്ന് നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. സർ, നമ്മൾ ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള SSAയുടെ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? SSA മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ അതിന് ശക്തമായ രൂപത്തിൽ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. SC/ST സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഇപ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് അറിയാം. SC/ST സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള സ്കൂളുകൾ നമ്മുടെ കേരളത്തിലടക്കമുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ സ്കൂളുകൾ അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അത് അവരാണ് അതിന്റെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതേസമയത്ത് SSA ചെയ്യുന്നത് ഈ SC/ST സ്റ്റുഡൻസിനെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അവരെ സ്കൂളിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ. പലപ്പോഴും നമ്മൾ കാണുന്നത് പല കുട്ടികളും സ്കൂളുകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അവർക്കുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ബുക്കുകൾ, യൂണിഫോം, ഇതൊക്കെ SSA കൊടുത്തുകൊണ്ട് അവരുടെ പേരൻസിനെ ശാക്തീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ബുക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ SSA എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസ സ്ഥലം മാത്രം ശ്രദ്ധിക്കുന്നത്. പക്ഷേ കേരളത്തില് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി പാഠപുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്, യൂണിഫോം കൊടുക്കുന്നുണ്ട്. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1 മുതൽ 8 വരെയുള്ള സ്കൂളുകളാണ് പ്രൈമറി എഡ്യൂക്കേഷന്റെ ഈ പറയുന്ന മേഖലയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി 1 മുതൽ 8 വരെയുള്ള കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ആ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 7 വരെയാണ് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി വിഭാഗത്തിൽപ്പെടുന്നത്. 8ാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ മേഖലയിലാണ്. സർ, നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ 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 നമസ്കാരം, ഇതാരാണ്?
നമസ്കാരം, എന്റെ പേര് അഭിലാഷ് എന്ന് വിളിക്കുന്നത്. ഞാൻ ആസാമിൽ നിന്നാണ് വിളിക്കുന്നത് മാഡം. ഓക്കെ സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം SSIയുടെ ഡയറക്ടർ ശ്രീ AP കുട്ടികൃഷ്ണൻ സാറാണുള്ളത്. സംസാരിച്ചോളൂ. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് അഭിലാഷ്. ഗുഡ് ഈവനിങ്, പറയൂ. സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പല സ്കൂളുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഇല്ലാതിരിക്കുകയാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ. അപ്പോ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള ഒരു ആ ഒരു കരിയറിലേക്ക് കുട്ടികളെ വളരെ കുറച്ച് ഗവൺമെന്റ് സ്കൂളിൽ ചാൻസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അതിനെന്തെങ്കിലും സൊല്യൂഷൻ? പല സ്കൂളിലും ചോദിക്കുമ്പോൾ പറയുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ വേക്കൻസി ഇല്ല, അതിന് 500 കുട്ടികൾ വേണം. അങ്ങനെ ഒരു നിലവിൽ പല ഗവൺമെന്റ് സ്കൂളുകളുണ്ട് സാർ. അതിനെന്തെങ്കിലും ഈ സർവീസ് അഭിയാനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ സാർ? ഫിസിക്കൽ കരിയർ, ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിരിക്കുന്ന വിഷയം അതായത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട്. പക്ഷേ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 3 വിഭാഗം, ആർട്ട് എഡ്യൂക്കേഷന്റെയും ഹെൽത്ത് എഡ്യൂക്കേഷനും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി, അപ്പോയിന്റ് വെച്ചാൽ പെർമനന്റ് ആയിട്ടല്ല, സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കോൺട്രാക്ട് ബേസ്ഡ് ഈ പറയുന്ന 3 വിഭാഗം അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനും ഈ മേഖലയിൽ സർവശിക്ഷാ അഭിയാന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി അപ്പോയിന്റ് ചെയ്യാനുള്ള തടസ്സങ്ങളില്ല. നന്ദി സർ വിളിച്ചതിന്. സർ, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ നടത്താൻ പറ്റുന്ന സമഗ്രമായിട്ടുള്ള വികസനം, ലൈക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വികസന പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. സമഗ്ര ഗുണമേന്മ വികസന പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ഓരോ വിദ്യാലയവും സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരണം. സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരണം വെച്ചാൽ കുട്ടികളുടെ പഠന നിലവാരം നാം ആഗ്രഹിക്കുന്ന തലത്തിലെത്തിക്കണം. പഠന അന്തരീക്ഷം ആകർഷണവും അതോടൊപ്പം തന്നെ സൗഹൃദപരമായിരിക്കണം. കുട്ടികൾക്ക് അത് സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ് മുറിയിലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് വളരെ ലളിതവും രസകരവുമായി മാറ്റുന്ന അവസ്ഥ വേണം. അപ്പോൾ ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഒരു പ്രകൃതിയെ മനസ്സിലാക്കി അതിൽ ഇടപഴകിക്കൊണ്ട് തന്റെ അറിവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെ അതിനനുസരിച്ച് കൊണ്ട് വളർത്തിയെടുക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് സർവശിക്ഷാ അഭിയാൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അക്കാദമിക നിലവാരം ഉയർത്തണം. നമ്മൾ വെറും അക്കാദമിക നിലവാരത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, അക്കാദമിക നിലവാരം ഉയർത്തും. സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയും ആർജിക്കേണ്ട കഴിവുകൾ, അത് ആ കഴിവുകൾ ആർജിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സർവശിക്ഷാ അഭിയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം കൊണ്ട് നമ്മളുടെ കുട്ടികൾ മുഴുവൻ അവർ ആർജിക്കേണ്ട കഴിവുകൾ ആർജിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കണം. അതേസമയത്ത് നമ്മുടെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളൊക്കെ ചെന്നത്. ആ ധാരണ മാറ്റി എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കണം, ആകർഷകമായിട്ടുള്ള ക്ലാസ് മുറിയായിരിക്കണം, ആകർഷകമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രകൃതി സൗകര്യങ്ങൾ ഉണ്ടാകണം, ടോയ്ലറ്റ് ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും ടോയ്ലറ്റ് പോലും, അതുകൊണ്ട് സർവശിക്ഷാ അഭിയാനൊക്കെ ടോയ്ലറ്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഒട്ടനവധി സാമ്പത്തിക സഹായങ്ങളാണ് നടന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആകർഷകമായിട്ടുള്ള രൂപത്തിൽ വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കണം. അതേസമയത്താണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് ഡിജിറ്റലൈസ്ഡ് ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ ക്ലാസ് മുറിയിലുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അത് കുട്ടികളുടെ അറിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് അറിവുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്, മറ്റ് മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുക, ഇതിനനുസരിച്ചുകൊണ്ട് ക്ലാസ് മുറികളെ ഡിജിറ്റലൈസ് ചെയ്യാം.
അതേ സമയത്താണ് ഈ എത്രമാത്രം ആധുനികവൽക്കരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ മണ്ണിനെ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ മണ്ണിനെ, നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിൽ ഇടപെട്ടുകൊണ്ട് ഒരു കുട്ടിയുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ജൈവ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഒക്കെ തന്നെ വിദ്യാലയങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിദ്യാലയം, ഒരു പാഠപുസ്തകം, ഇതാണ് ഒരു പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു വിദ്യാലയം തന്നെ ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളെ, പൊതുവിദ്യാലയങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി, ഇതാണ് ഈ വർഷം നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞതുപോലെ മണ്ണിനെ മനസ്സിലാക്കുക, പ്രകൃതിയെ മനസ്സിലാക്കുക, വിദ്യാലയം ഒരു പാഠപുസ്തകമാക്കട്ടെ കുട്ടികളെല്ലാവരും. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്തായാലും കുട്ടികളെല്ലാവരും ഈ SSA നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അതുപോലെ അത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി SSA നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നന്ദി സാർ, ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന് നന്ദി. നമസ്കാരം.